ഹായ് ഹലോ മക്കളെ, ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. യെസ്, അപ്പം എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞില്ലേ നിങ്ങളെല്ലാവരും? മോക്ക് ടെസ്റ്റ് ഉണ്ടല്ലേ, നമ്മുടെ CUET-ന്റെ ഒരു മോക്ക് ടെസ്റ്റ്, ഫൈനൽ മോക്ക് ടെസ്റ്റ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ, ടഫ് ആയിരുന്നോ, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുക. സോ നിങ്ങൾ ഏകദേശം കുറേ ടോപ്പിക്സ് ഒക്കെ ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമോ അല്ലേ? എന്തായാലും നമുക്കിനി അധികം ടൈം ഒന്നുമില്ലല്ലോ. സോ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ മാക്സിമം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും തന്നെ മിസ് വിശ്വസിക്കുകയാണ്. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്താലോ അല്ലേ? യെസ്, സോ ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാനല്ല, നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് എ പാസേജ് അല്ലെ, ഒരു പാസേജ് ആയിരുന്നു. സോ യു ഹാവ് ടു റീഡ് ദാറ്റ് പാസേജ് കെയർഫുള്ളി അല്ലേ. ബട്ട് ബിഫോർ റീഡിങ് ദാറ്റ് പാസേജ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് റീഡ് ദ ക്വസ്റ്റ്യൻസ് അല്ലെ. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്ര എണ്ണാണോ അത് നന്നായിട്ട് വായിക്കുക. സെർച്ച് ഫോർ കീ പോയിന്റ്സ് ഓർ കീ വേർഡ്സ് അല്ലെ. കുറച്ച് കീ വേർഡ്സ് അല്ലെങ്കിൽ കീ പോയിന്റ്സ്, എന്തൊക്കെ തരത്തിലുള്ള വേർഡ്സും ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത് അതിനകത്ത് ആ ക്വസ്റ്റ്യൻസിനകത്ത് തന്നെ മനസ്സിലാക്കി വെക്കുക. ആൻഡ് later search for those or search for the answers from the passage. ആ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പാസേജിൻ്റെ അകത്ത് നോക്കുക കേട്ടോ. അപ്പൊ ചിലത് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. നമ്മൾ പാസേജ് വായിക്കാതെ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ മേ ബി തെറ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് ദ പാസേജ് ഓൾസോ. ഒരു കാരണവശാലും പാസേജ് വായിക്കാതെ പോകരുത്. പാസേജ് ഷുഡ് ബി റെഡ്. ഓക്കെ, പാസേജ് എന്തായാലും വായിച്ചിരിക്കണം. സോ ഇവിടെ ഇപ്പം തൽക്കാലം പാസേജ് ഞാൻ ഇവിടെ ഇങ്ങനെ കുനുകുനാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് പാസേജ് വാസ് അബൌട്ട് ജിറാഫ്സ് അല്ലെ. ജിറാഫ്സിനെ കുറിച്ചും ലാമാർക്കിനെയും നമ്മുടെ ഡാർവിനെയും കുറിച്ചൊക്കെയുള്ള ആ ഒരു ഇവല്യൂഷൻ തിയറി അല്ലെ, നിങ്ങൾക്ക് അറിയാമല്ലോ, എവല്യൂഷൻ തിയറി അറിയാലോ. സോ ദ ഫസ്റ്റ് പാസേജ് വാസ് ബേസ്ഡ് ഓൺ ദോസ് തിയറീസ് ആൻഡ് എവറിത്തിങ്. സോ അതിനകത്ത് ജിറാഫിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു പറയുന്നത് അല്ലേ. സോ അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കിയാലോ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് match the words with their meanings. സോ വേർഡ്സ് അതിന്റെ മീനിങ്ങുമായിട്ട്, ഇത് ആക്ച്വലി ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിൻ്റെ അകത്ത് എനിക്കൊന്ന് വേർഡ്സ് അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് കഴിയാനേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ ഒന്നോ രണ്ടോ അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് 2 വേർഡ്സിന്റെ മീനിങ് എങ്കിലും അറിയാന്നാണെങ്കിൽ 3 സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. സോ ഇവിടെ നോക്കിയേ, ഫോറേജ് ചിലപ്പോൾ കുറെ ആൾക്കാർക്കും പുതിയൊരു വേർഡ് ആവാൻ സാധ്യതയുണ്ട്. ഫോറേജ് എന്താന്നുള്ളത്. സോ അത് അവിടെ നിൽക്കട്ടെ. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാലേ, ഏന്തി പിടിക്കുക അല്ലെങ്കിൽ എത്തിയെടുക്കുക എന്നുള്ളതാണ് സ്ട്രെച്ച് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് എന്താണ്, ഡ്രോ ഔട്ട് ആണ് വരിക അല്ലെ. എന്താണ്, ഡ്രോ ഔട്ട് ആണ് വരിക. യെസ്, ഡ്രോ ഔട്ട് ആയിരിക്കും വരിക. ഇതൊന്ന് വീതി കൂട്ടട്ടെ, കാണുന്നുണ്ടോ? ഓക്കെ, ഇത് ഇത്രേ വീതി എത്തുന്നുള്ളൂ. ഓക്കെ, എനിവേ, സോ നമുക്ക് വേറെ കളർ എടുക്കാം. ഓക്കെ, സോ ഫോറേജ് ആവുന്ന സമയത്ത് നമുക്ക് ഡ്രോ ഔട്ട് വരും. നെക്സ്റ്റ് എന്താണ്, സോറി ഫോറേജ് അല്ല, സ്ട്രെച്ച് അല്ലെ. സ്ട്രെച്ച് ഡ്രോ ഔട്ട് ആയിരിക്കും. പിന്നെ വാക്ക് എന്ന് പറഞ്ഞ സമയത്ത് എന്താണ്, ഹിറ്റ് ചെയ്യുക, അടിക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ വാക്ക് എന്ന് പറഞ്ഞാൽ ഹിറ്റ് ആണ്. ആൻഡ് ഫോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെർച്ച് ആണ്. ഫോറേജ് എന്ന് പറഞ്ഞാൽ സെർച്ച് ആണ്. സോ ഇവിടുത്തെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ നോക്കിയിടാ, ABCയും 1 2 3യുമാണ് തന്നിട്ടുള്ളത്. സോ ഇങ്ങനെയാണ്, അതായത് കണ്ട മേലെ ABC, അതായത് ഇവിടെ നിങ്ങൾ ABC കൊടുത്തില്ലാന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. ഈ ABC ഇതിന് 2 ബാധകമാണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. സോ എന്താ നമ്മുടെ ആൻസർ വരാൻ ചാൻസ് ഉള്ള എന്താണ്, യെസ്, A2 B3 C1. Yes, so the correct answer is B. B ആണ് correct answer വരിക കേട്ടോ. Next question, giraffe's feeding is faster when it feeds with its dash neck. ഓക്കെ, അപ്പൊ ഇതാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. ആ പാസേജ് നിങ്ങൾ വായിക്കാതെ ഇതിന് ആൻസർ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ജിറാഫിന് നീളമുള്ള കഴുത്താണ്. സോ ഇലോങ്ങേറ്റഡ് നെക്ക് എന്നൊക്കെ ചിലർ എഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ പാസേജിൽ പറയുന്നത് കറക്റ്റ് വിത്ത് ഇറ്റ്സ് ബെൻഡ് ലെഗ് എന്താണ്, നെക്ക് എന്നാ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ആ പാസേജിൽ ഈ ഒരു ഭാഗത്തായിട്ട് എവിടെയോ ഒന്നുണ്ട്, എവിടെ ഇലോങ്ങേറ്റഡ് നെക്ക് എന്നൊക്കെ നിങ്ങളവിടെ കാണാം. പക്ഷെ എന്താണ്, yes, during the dry season when they feeding competition should be most intense, giraffes generally feed from low shrubs. Yes, kanda, what's more, giraffes feed most often and faster with their necks bent. So adana avada correct answer vara ട്ടോ. Next, which statement is not true according to passage? ആ പാസേജിന് അക്കോർഡിംഗ് ആയിട്ട്, അതായത് ആ പാസേജ് വായിച്ചു കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഏതാണ് ട്രൂ അല്ലാത്തത് എന്നാണ്, വിച്ച് ഇസ് നോട്ട് ട്രൂ ആണ് കേട്ടോ. സോ ദ ഫസ്റ്റ് സെന്റൻസ്, ദ ലാർജസ്റ്റ് മെയിൽ ജിറാഫ് യൂഷ്വലി വിൻസ് ദ ബാറ്റിൽ ആൻഡ് ഡസ് മോസ്റ്റ് ഓഫ് ദ ബ്രീഡിങ്. അത് കറക്റ്റ് ആണ്. അത് ആ പാസേജിൽ പറയുന്നുണ്ട്. എവിടെ, യെസ്, ലാർജസ്റ്റ് മെയിൽസ് യൂഷ്വലി വിൻ ഇൻ ദീസ് ബാറ്റിൽസ് ആൻഡ് ഡു മോസ്റ്റ് ഓഫ് ദ ബ്രീഡിങ് എന്ന് അവിടെ പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് കറക്റ്റ്. ദെൻ ജിറാഫ്സ് ലോങ് നെക്സ് ആർ റിസൾട്ട് ഓഫ് റിപ്പീറ്റഡ്
stretching over the years. അതും പാസേജിൽ പറയുന്നതാണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ്, the giraffe can eat leaves from upper reaches of a tree where other animals cannot reach. അതും ആ ഒരു പാസേജിന്റെ അകത്ത് പറയുന്ന കാര്യം തന്നെയാണ്. സോ അതും കറക്റ്റ് തന്നെയാണ്. ഇനി പാസേജിൽ പറയാത്ത കാര്യം എന്താണ്? Giraffe's hind legs are longer than its forelegs help it to bend. അല്ലെ, അതുകൊണ്ടാണ് അതിന് ബെൻഡ് ചെയ്യാൻ കഴിയുന്നത്. ഹൈൻഡ് ലെഗ്സ് എന്ന് പറയുന്ന സമയത്തല്ലേ പിന്നിലുള്ളതെന്നാണല്ലോ. സോ ഹൈൻഡ് ലെഗ്സ് ആർ ലോങ്ങർ ദാൻ ഇറ്റ്സ് ഫോർ ലെഗ്സ് ആൻഡ് ഹെൽപ്പ് ഇറ്റ് ടു ബെൻഡ്. സോ അതിന്റെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആ ഒരു പാസേജിൽ പറയുന്നില്ല എന്നാ തോന്നുന്നത്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം കൂടെ നോക്കുക. കറക്റ്റ് ആൻസർ എന്നുള്ളതിനേക്കാളും ചിലപ്പോൾ അവർ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അതായത് 2 കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ ചിലപ്പോൾ തരും. എന്നിട്ട് അതിൻ്റെ അകത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ, അതായത് ആ തന്ന ആൻസേഴ്സിൽ തന്നെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വേണം ചിലപ്പോൾ ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ വരേണ്ടതായിട്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്തായാലും ഇവിടെ ഡി ആണ് വരിക കേട്ടോ. എന്താണ്? ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ പാസേജ്, നെക്കിംഗ്. നെക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് എന്താണ്, അല്ലെങ്കിൽ ആ പ്രോസസ് അല്ല, വാട്ട് ഈസ് നെക്കിംഗ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. സോ നെക്കിംഗ് ഇസ് നോട്ട് സംതിങ് റൊമാൻറ്റിക്, ബട്ട് എന്താണ്, അതൊരു ഫൈറ്റിൽ വരുന്നതാണ് അല്ലെ. അതായത് 2 ജിറാഫ് അടി കൂടുന്ന സമയത്ത് ആക്ച്വലി നെക്കിംഗ് ആണ് ചെയ്യാന്നുള്ളത്. അവരവരുടെ നെക്ക് വെച്ച് അടിക്കുകയാണ് ചെയ്യുക. അത് ആ ഒരു പാസേജിൽ പറയുന്നുണ്ട് കേട്ടോ. സോ എന്താണ്? യെസ്, ഫൈറ്റ് ടു വൂ ദ ഫീമെയിൽസ്. അതായത് ഫീമെയിൽസിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി അവർ തമ്മിൽ ഫൈറ്റിനെയാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞ ഫൈറ്റ് ആണ് കേട്ടോ. റിപ്പീറ്റഡ് സ്ട്രെച്ചിങ് ഓഫ് ദ നെക്ക് അല്ല, ഇലോങ്ങേഷൻ ഓഫ് ജിറാഫ്സ് നെക്ക്, ബ്രീഡിംഗ് ബൈ ദ ലാർജസ്റ്റ് മെയിൽസ്, അതൊന്നുമല്ല. ഫൈറ്റ് ടു വൂ ദ ഫീമെയിൽസ്. വൂ ദ ഫീമെയിൽസ് എന്നാൽ ഫീമെയിൽസ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞങ്ങനെ, അതായത് ലൈക്ക് ഇംപ്രസ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഹൗ ഡസ് എ ജിറാഫ് നോക്ക് ഇറ്റ്സ് ഒപ്പോണന്റ് ഓഫ് ബാലൻസ് ഓർ അൺകോൺഷ്യസ്? എങ്ങനെയാണ് വേറൊരു ജിറാഫിന്റെ ബോധം കെടുത്തുന്നത്? എങ്ങനെയാണ്? ബൈ പുള്ളിങ് ദ ലെഗ്സ് ഓഫ് ദി ഒപ്പോണന്റ്. കാല് വലിക്കുക? ഓഫ് കോഴ്സ് അല്ല. ബൈ യൂസിങ് ഇറ്റ്സ് ഹെഡ് ആസ് എ ക്ലബ് ആൻഡ് ഹിറ്റിംഗ് ദ ഒപ്പോണന്റ്. യെസ്, ഹെഡിനെ ഒരു ക്ലബ് ആക്കി അല്ലേ, ഹെഡിനെ എന്താണ് ഒരു വടിയാക്കി, അല്ലെങ്കിൽ ഹെഡിനെ കൊണ്ടാണ് അത് ഹിറ്റ് ചെയ്യുന്നത് അല്ലേ. ദെൻ ബൈ ബൈറ്റിംഗ് ദ ഒപ്പോണന്റ്സ് നെക്ക്. ബൈറ്റിംഗ് എന്തായാലും അല്ല. ബൈ എൻടാംഗ്ലിംഗ് ഇറ്റ്സ് നെക്ക്, കഴുത്ത് ചുറ്റുന്നതും അല്ല. സോ കറക്റ്റ് ആൻസർ ഏതാണ്? അഗൈൻ ബി ആണ്. ബൈ യൂസിങ് ഇറ്റ്സ് ഹെഡ് ആസ് എ ക്ലബ് ആൻഡ് ഹിറ്റിംഗ് ദ ഒപ്പോണന്റ്. അതാണ് ആ നെക്കിംഗ് എന്ന് പറയുന്നത് തന്നെ, അതിനെയാണ് അല്ലേ. നെക്സ്റ്റ് വൺ, യെസ്, അടുത്തത് വേറൊരു പാസേജ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. അതിൻ്റെ അകത്ത് എന്താണ് ആ പാസേജ് പറയുന്നത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൈ മദർ സിസ്റ്റർ. യെസ്, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഫസ്റ്റ് നോക്കാം. ഈ ഒരു പാസേജ് ഞാനും വായിച്ചിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് നോക്കാം കേട്ടോ. വിച്ച് ഇസ് മോസ്റ്റ് ലൈക്ലി ടു മേക്ക് എ റിലേഷൻഷിപ്പ് ഇനിമിക്കൽ. എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഇനിമിക്കൽ ആവുന്നത്? സോ ഗ്രേറ്റ് പാത്തോസ്, ഫ്രീക്വന്റ് മാലഡിക്ഷൻസ്, മാഗ്നാനിമസ് ഗെസ്റ്റേഴ്സ്, ഇൻജീനിയസ് ഡിസ്കഷൻസ്, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, വിച്ച് ഇസ് ദ ബെസ്റ്റ് സിനോണിം ഓഫ് ഇൻവെക്റ്റീവ്സ്. ഇൻവെക്റ്റീവ്സിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള സിനോണിം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ if this passage were true, which would best describe it? ഏതാണ് അതിനെ കൂടുതൽ ബെസ്റ്റ് ആയി ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അപ്പം ലിറ്റററി എസ്സേ ബേസ്ഡ് ഓൺ എ പീസ് ഓഫ് ലിറ്ററേച്ചർ. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്താണെന്നുള്ളത് കൊടുക്കാം. നെക്സ്റ്റ്, വാട്ട് ഇവൻ ഡസ് ദ ഫാദേഴ്സ് കമന്റ് ഫോർ ഷാഡോ? ഫാദറിന്റെ കമന്റ് എന്തിനാണ് ഫോർ ഷാഡോ ചെയ്യുന്നത്? ദെൻ വാട്ട് ഇസ് ദ ടോൺ ഓഫ് ദിസ് പാസേജ്? ഈ പാസേജിന്റെ ടോൺ എന്താണ് എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ്, ഹൗ ഡസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നരേറ്റർ, ഹർ മദർ ആൻഡ് സിസ്റ്റർ സീം ടു ചേഞ്ച് ഫ്രം ദ ബിഗിനിങ് ടു ദ പാസേജ് ടു എൻഡ്? പിന്നെ again, next one, choose the word that can substitute the given group of words. One who hates institutor. So ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇത് വരെ ഈ ക്വസ്റ്റ്യൻ വരെ എന്താ വരുന്നത്? നമ്മുടെ പാസേജിന്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് നോക്കാം. പാസേജ് എന്താണ്? The relationship between my mother, sister and me had been cold and inimical for as long as I could remember. To me, my mother was irrational, often hurling hurtful invectives for the slightest infraction. My sister, 5 years my senior, seemed not to have a brain in her head. Tammy deterred about everything, incapable of making any firm decision. So Tammy might be her sister. Then, no matter how often my mother deprecated her dumb, ugly, fat, Tammy made futile attempts to fawn her way back into mother's good graces. My father would pontificate, "You three are more alike than you know." In April of 2000, my mother kicked us both out of the house. Dad had been exiled many years before. My sister and I went our separate ways. It was then that I began having recurring dreams. In one, I am running to catch up with a woman. Each time I get near, I trip and fall.
Another woman comes with great alacrity and offers her hand, but when I reach to grab it, she disappears. In another, a female professor hands me a test. Although I have spent hours studying for it, I know none of the answers. The professor derides me for my poor performance. So ഇതൊരു പെൺകുട്ടിയുടെ ഒരു ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. Her mother, her sister and everything, and അവരുടെ അമ്മ how she throws out these two girls and she starts having dreams. These dreams were not hard to understand. In fact, they were pellucid and absent any knowledge of dream interpretation. I was still able to devise their significance. I knew that they both reflected the pugnacious relationship I shared with my mother and sister. However, there was one dream I could never quite construe. I bite into an apple. All of my teeth fall out. I had this dream far more than any of the others. Years later, in an effort to heal our fractious relationship, Mom, Tammy and I would elect to go to counseling together. After several sessions, I tell my dream about teeth tumbling out of my head. My God, said my mother, I've had this exact dream many times. Me too, said Tammy solemnly. Breakthrough? No idea, but I was reminded of the words of my now dead father. Perhaps the three of us are more alike than we know. So that's all about that passage. Okay, അപ്പോൾ ആ പാസേജിനകത്ത് എന്താ പറയുന്നത്, ലൈക്ക് ഒരു രണ്ട് പെൺമക്കളും ഒരു അമ്മയും അല്ലെ. ടാമി is the elder sister and the mother and the younger daughter. അവർ തമ്മിൽ ആദ്യം ഒരു ഭയങ്കര എന്താ പറയുക ഇനിമിക്കൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതായത് സുഖകരമല്ലാത്ത റിലേഷൻഷിപ്പ് ആയിരുന്നു. ബട്ട് ലേറ്റർ കുറെ കാലത്തിന് ശേഷം അവർ മൂന്നുപേരും കൂടെ തെറാപ്പി സെഷൻസ് ഒക്കെ എടുത്ത് അല്ലെ അവർ ഷെയർ ചെയ്യാണ് ദാറ്റ് ദീസ് ത്രീ പീപ്പിൾ ഷെയർഡ് ഈവൻ ദ സെയിം നൈറ്റ്മെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, പേടി സ്വപ്നമാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. Which is most likely to make a relationship inimical? ഏതാണ് കൂടുതൽ ഇനിമിക്കൽ ആവാൻ, അതായത് റിലേഷൻഷിപ്പ് ഇനിമിക്കൽ ആവാൻ കൂടുതൽ സാധ്യതയുള്ള എന്തിനാണ്? Great pathos, frequent maledictions, magnanimous gestures, ingenious discussions. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് വരും, മിസ് ഇതിനകത്ത് ഏതാണെന്നുള്ളത്. ഓഫ്കോഴ്സ് മക്കളെ ഫ്രീക്വന്റ് മെലഡിക്ഷൻസ് ആണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾ മാർക്ക് ചെയ്യണത് ഫ്രീക്വന്റ് മെലഡിക്ഷൻസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് ദ ബെസ്റ്റ് സിനോണിം ഓഫ് ഇൻവെക്റ്റീവ്സ്? ഇൻവെക്റ്റീവ്സിന്റെ കറക്റ്റ് സിനോണിം ഏതാണ് വരുന്നത്? അക്യൂസേഷൻസ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അക്യൂസേഷൻസ് ആണ് എന്ത് വരുന്നത്? ഇൻവെക്റ്റീവ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള സിനോണിം ആയിട്ട് നമുക്ക് അവിടെ പറയാൻ വേണ്ടി കഴിയുന്നത് കേട്ടോ. ഇതെനിക്കൊന്ന് കുറച്ചും കൂടെ നമ്മുടെ ജിറാഫിന്റെ അത്ര ഈസി ഉള്ള ഒരു പാസേജ് ആയിരുന്നില്ല. ജിറാഫിന്റെ പാസേജ് ഭയങ്കര ഈസി ആയിരുന്നു, പക്ഷേ ഈ പാസേജ് കുറച്ചും കൂടെ നമ്മൾ ഇരുന്ന് വായിക്കേണ്ട അല്ലെങ്കിൽ കുറെ കൂടെ അറ്റൻറ്റീവ് ആയിട്ടിരിക്കേണ്ട ഒരു സാധനമാണ്. നെക്സ്റ്റ്, ഇഫ് ദിസ് പാസേജ് വെർ ട്രൂ, വിച്ച് വുഡ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ഇറ്റ്? A literary essay. So അതിനകത്ത് ഓപ്ഷൻ എ ഇതാണ്. A literary essay based on a piece of literature. ലിറ്ററേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഒരു ലിറ്റററി എസ്സേ ആണോ? അല്ല. A memoir essay, മെമ്മോയർ അല്ല, മെമ്മോ ആണ് കേട്ടോ. മെമ്മോ എസ്സേ സെന്റർഡ് ഓൺ എ സിഗ്നിഫിക്കന്റ് മെമ്മറി ഫ്രം ദ പാസ്റ്റ്. യെസ്, ഓർമ്മയിൽ ഒരു ഓർമ്മക്കുറിപ്പ് പോലത്തെയാണ് അല്ലെ, അത് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ്, പെർസ്വേസീവ് എസ്സേ. പെർസ്വേസീവ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ക്യാരക്ടറൈസ്ഡ് ബൈ ചൂസിങ് എ സൈഡ് ആൻഡ് റിഫ്യൂട്ടിങ് അതർ ആർഗ്യുമെന്റ്സ്. ആൻഡ് എക്സ്പോസിറ്ററി എസ്സേ മെന്റ് ടു എക്വൈൻ ദ റീഡർ വിത്ത് എ ബോഡി ഓഫ് നോളജ്. സോ അതെന്തായാലും ഒരു മെമ്മോ ആണല്ലോ, ഒരു ഓർമ്മക്കുറിപ്പാണ്. അതായത് ഹൗ ദിസ് റൈറ്റർ ഹാഡ് എ റിലേഷൻഷിപ്പ് വിത്ത് ഹർ മദർ ആൻഡ് സിസ്റ്റർ എന്നുള്ളതിന്റെ ഒരു ഓർമ്മക്കുറിപ്പും ആൻഡ് ഹൗ ദേ ആക്ച്വലി ട്രൈ ടു റിപ്പയർ ഇറ്റ് അല്ലെ, അതിന് ആ ഒരു റിലേഷൻഷിപ്പിനെ അവർ റിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നതൊക്കെയാണ് അതിന്റെ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ്, സോ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. ദെൻ, വാട്ട് ഇവന്റ് ഡസ് ദ ഫാദേഴ്സ് കമന്റ് ഫോർഷാഡോ? ഫാദറിന്റെ കമന്റ് എന്താണ് അവിടെ ഫോർഷാഡോ ചെയ്യുന്നത്? യെസ്, മദർ ഈസ് ഇറേഷണൽ, ടാമി ഈസ് ഫോണിങ്, ദ സിസ്റ്റേഴ്സ് ആർ ബോത്ത് കിക്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ്. ഇതൊന്നുമല്ല, ഫാദർ പറഞ്ഞതാണ് നിങ്ങൾ മൂന്നുപേരും ഒരേപോലെയാണെന്നല്ലേ. ദ നരേറ്റർ, മദർ ആൻഡ് ടാമി ഓൾ ഹാവ് ദ സെയിം ഡ്രീം അല്ലേ. സോ ആ ഫാദർ പറയുന്ന കാര്യം അവരുടെ അല്ലേ, അവർ മൂന്നുപേരും കാണുന്ന ആ ഒരു ആപ്പിൾ ബൈറ്റ് ചെയ്യുമ്പം പല്ല് പോയി പോകുന്ന ആ ഒരു ഡ്രീം കാണുന്നില്ലേ. സോ ഫാദേഴ്സ് കമന്റ് ഫോർഷാഡോ ചെയ്യുന്നത് എന്തിനെയാണ്? ദ നരേറ്റർ, അതായത് ആ ലേഡി ഓർ ദാറ്റ് ഗേൾ, ടാമി ഹു ഇസ് ദി എൽഡർ സിസ്റ്റർ ആൻഡ് മദർ all have the same dream. Okay, so അതാണ് ട്ടോ. Next, what is the tone of this passage? ഈ ഒരു ഇതിന്റെ പാസേജിന്റെ ടോൺ എന്താണ്? മാറ്റർ ഓഫ് ഫാക്ട്, മോക്കിഷ്, മോഡലിൻ, മെർക്യൂരിയൽ എന്നുള്ളതൊക്കെയാണ്. സോ അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് മാറ്റർ ഓഫ് ഫാക്ട് എന്നുള്ളതാണ് ട്ടോ. മാറ്റർ ഓഫ് ഫാക്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് യെസ്, ഇനി നമ്മൾ അത് കഴിഞ്ഞു. ഇല്ല. ഹൗ ഡസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നെറേറ്റർ, ഹർ മദർ ആൻഡ് സിസ്റ്റർ സീം ടു ചേഞ്ച് ഫ്രം ബിഗിനിങ് ടു പാസേജ്. ബിഗിനിങ്ങിൽ ഭയങ്കര മോശമായിട്ടുള്ള ബന്ധം അവസാനത്തേക്ക് നന്നാവുകയാണ് അല്ലേ. ഫ്രം പക്ഷേ വേർഡ്സ്, ഇതും മക്കളെ ഈ വേർഡ്സിന്റെ ഒക്കെ മീനിങ് ഒന്ന് നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ബ്രസ്ക് ടു ഫ്ലോറിഡ്, egregious to impassive, enervating to rejuvenating, destructive to collaborative. So അതിൻ്റെ അകത്ത് ഏതാണെന്നുള്ളത് എനിക്ക് പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, എനിക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നത് എന്താണ് വരിക എന്നുള്ളത്. പക്ഷെ കറക്റ്റ് ആൻസർ വരുന്നത് ഡിസ്ട്രക്റ്റീവ് ടു കൊളാബറേറ്റീവ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് കാരണം അവർ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വഴക്കായിരുന്നു അല്ലെ, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ അവസാനത്തേക്ക് അവരെന്ത് ചെയ്യാണ്, ഭയങ്കര അല്ലെ നല്ല കൂട്ടായിട്ട് വരികയാണ് ചെയ്യുന്നത്. എല്ലാവരും നല്ല ആ ഒരു ഒരുമിച്ച് തന്നെ തെറാപ്പി എടുക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കൗൺസിലറിനെ കാണാം എന്നൊക്കെ പറയുന്നില്ലേ. സോ ഇതെന്താന്ന് പറയുക, ഈ കൂട്ടുപോയി വരാൻ കാരണം ഞാൻ കൊച്ചിയിലൊക്കെ പോയി വന്നായിരുന്നു. അത് 2-3-4 ദിവസം അരൂരൊക്കെ ആയിരുന്നു, ആലപ്പുഴ അരൂരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ കസിൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് പോയി വന്ന് ഓഫീസിൽ വന്ന് ഇന്ന് ട്രെയിനിലെത്തി, അപ്പം തന്നെ ഇങ്ങോട്ട് എത്തേണ്ട വന്നു. അങ്ങനെയൊക്കെ ഒരു അതിനിടയിൽ ഈസാറ്റ് എക്സാമിൻ്റെ കാര്യങ്ങളും അങ്ങനെ, അതുകൊണ്ടാട്ടോ, ക്ഷമിക്കണം. ഓക്കെ, അപ്പൊ പോട്ടെ. ദെൻ ഫ്രം ഡിസ്ട്രക്റ്റീവ് ടു കൊളാബറേറ്റീവ് ആണ് അവിടെ കറക്റ്റ് ആൻസർ വരാം കേട്ടോ. നെക്സ്റ്റ്, ചൂസ് ദ വേർഡ് ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഗിവൻ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. വൺ ഹൂ ഹേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാള്. ആരാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാള്? ആരാണ്? മീസോഗാമിസ്റ്റ് ആണ് കേട്ടോ. ആരാണ്? മീസോഗാമിസ്റ്റ് ആണെന്നുള്ള ഓർത്തേക്ക്. ആരാണ് ഒരു അല്ലെ, ചൂസ് ദ വേർഡ് ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഗിവൻ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ വൺ ഹു ഹേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. കല്യാണം ഇഷ്ടമില്ലാത്ത ഒരാളാണ് നമ്മൾ മീസോഗാമിസ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് മീസോഗാമിസ്റ്റ് കേട്ടോ. നെക്സ്റ്റ്, ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ദ സെയിം ആസ് ദ ഗിവൺ വേർഡ്. ക്വാണ്ടറി എന്നുള്ളതിന്റെ കറക്റ്റ് വേർഡ് വരുന്നത് ഏതാണെന്നുള്ളതാണ്? ഇംപാസ് എന്നുള്ളതാണ് വരുന്നത് കേട്ടോ. എന്താണ്? ഇംപാസ് എന്നുള്ളതാണ്. ഓക്കെ, ക്വാണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപാസ് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. However, even after independence in 1947, British expatriate firms did not suddenly dash from India. So എന്താണ് dash from India എന്ന് പറയുമ്പം? divest, consecrate, close, disallow. സോ അവിടെ കറക്റ്റ് ആൻസർ ഡിവെസ്റ്റ് എന്നുള്ളതാണ് കേട്ടോ. അതായത് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡിവെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവിടുന്ന് പോയില്ല എന്നുള്ളതാണ് കേട്ടോ. സോ മക്കളെ, നിങ്ങള് ഞാൻ പറഞ്ഞില്ല, മാക്സിമം വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുക, പുതിയ വേർഡ്സ് കണ്ടുപിടിക്കുക, വേർഡ്സിന്റെ മീനിങ് കണ്ടുപിടിക്കുക. ഇതിൽ ഈ ഒരു എക്സാം പാസ് ആവുന്നതിലേക്ക് വേണ്ടി മാത്രമല്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. ആൻഡ് നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കോഴ്സിനാണ് ജോയിൻ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് അല്ലെ, ഇങ്ങനെ ഒരു ടെസ്റ്റ് ആണ് ഇവർ വെക്കുന്നുണ്ടെങ്കിൽ ദേ ആക്ച്വലി എക്സ്പെക്ട് സച്ച് കൈൻഡ് ഓഫ് ആൻസേഴ്സ് ഫ്രം യു. നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ആൻസേഴ്സും, അതായത് നിങ്ങൾ എഴുതുന്ന അല്ലേ അവിടെ കോളേജിൽ പഠിക്കാൻ എത്തുന്ന സമയത്ത് നിങ്ങളുടെ ആൻസേഴ്സിന്റെ ക്വാളിറ്റിയും ഇത്ര തന്നെ ആയിരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. സോ പുതിയ വേർഡ്സ് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ, മിനിമം ഒരു 50 വേർഡ്സ് ഒരു ദിവസം പഠിക്കുന്ന പോലെ, പുതിയ വേർഡ്സ്, അറിയാവുന്ന വേർഡ്സ് അല്ല, അറിയാത്ത പുതിയ വേർഡ്സ് നിങ്ങൾ ഒരു ദിവസം ഒരു 50 വേർഡ്സ് എങ്കിലും പഠിക്കുന്ന തരത്തിലേക്ക് മാറുക. ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അങ്ങനെ ആ വേർഡ്സ് പുതിയ പഠിക്കുന്ന തരത്തിലേക്ക് മാറാം. നെക്സ്റ്റ്, select the most appropriate antonym of the underlined word. So antonym എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ്സിനെയാണല്ലോ നമ്മൾ പറയാ antonym എന്ന്. So antonym എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ്സ് ആണ് കേട്ടോ. The audience sneered at the monologue uttered by the veteran actor. So അതെന്താണ്? സ്നിയർഡിന്റെ ആന്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ് പറയുന്നത് കേട്ടോ. സോ എന്താണ്? ലോഡഡ് എന്നുള്ളതാണ് വരിക. ഓക്കെ, എന്താണ്? ലോഡഡ് എന്നുള്ളതാണ് വരിക കേട്ടോ. യെസ്, സോ കറക്റ്റ് ആൻസർ അവിടെ വരിക ലോഡഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്ലോഡഡ് എന്നൊക്കെ പറയില്ലേ. സോ സ്നിയർഡ് എന്ന് പറഞ്ഞാൽ കൂക്കി വിടുക അല്ലെങ്കിൽ അപമാനിച്ചു വിടുക. അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ്, select the most appropriate option to fill in the blank. Nowadays online shopping is easier dash shopping in a market. അപ്പൊ എന്താണ്? അതായത് ഇപ്പം അതിനേക്കാൾ ഇതാണ് നല്ലത് അല്ലെ. nowadays online shopping is easier. ഇപ്പത്തെ കാലത്ത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഈസിയർ അല്ലെ. ഷോപ്പിങ്ങിന് മാർക്കറ്റിനേക്കാൾ എളുപ്പം, അതിനേക്കാൾ എളുപ്പം ഏതാണ്? ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. സോ അതിനേക്കാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? അവിടെ ദാൻ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഏതാണ്? ദാൻ ആണ്. യെസ്, ദെൻ അല്ല, ദാൻ ആണ് വരിക കേട്ടോ. യെസ്, നെക്സ്റ്റ് വൺ,
സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഇനിയും താഴെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അണ്ടർലൈൻഡ് വേർഡ് തന്നിട്ടുണ്ട്, അതിന്റെ ആന്റോണിം, അതിന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Aunt May thought that Uncle Ken's job as a manager at Firpo's Hotel in Shimla was a stable one. So ഇതിനകത്ത് അണ്ടർലൈൻഡ് ആയിട്ടുള്ള വേർഡ്, അണ്ടർലൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരുന്നു, ഇതിനകത്ത് അണ്ടർലൈൻ കാണുന്നില്ല. Aunt May thought that Uncle Ken's job as a manager at Firpo's Hotel in Shimla was a stable one. സോ അതിനകത്ത് ആന്റണിം ആയിട്ടാണ് വരുന്നത്. ആ സ്റ്റേബിളിന്റെ ആന്റണിം ആയിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഏതാണ്? പെർമനന്റ്, ലുക്രേറ്റീവ്, ഡ്യൂറബിൾ, ഇതൊന്നുമല്ല. സ്റ്റേബിൾ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. സോ അങ്ങനെയാണെങ്കിൽ മ്യൂട്ടബിൾ ആയിരിക്കും അല്ലേ? ഡി കറക്റ്റ് ആൻസർ, മ്യൂട്ടബിൾ ആണ് വരാൻ ചാൻസ് ഉള്ളത്. സോ അത് തന്നെ ആയിരിക്കും കേട്ടോ അവിടെ. ആ സ്റ്റേബിൾ വണ്ണിന്റെ ആയിരിക്കും അവിടെ അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ടാവുക. നെക്സ്റ്റ്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയം. ഓക്കെ, തന്നിട്ടുള്ള ഇഡിയം നമുക്കറിയാലോ എന്താണ്, ശൈലികളാണ് അല്ലെ. സോ ഇങ്ങനെയുള്ള ഈ ഇഡിയമിന്റെ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ മീനിങ് ഏതാന്നുള്ളത്, വാട്ടർ അണ്ടർ ദ ബ്രിഡ്ജ് അല്ലെ, പാലത്തിനടിയിലെ വെള്ളം എന്നുള്ള മീനിങ് ഏതിനാ വരിക? പാസ്റ്റ് ഇവന്റ്സ് ദാറ്റ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് എനിമോർ. അതായത് പാലം ഒരു സ്ട്രോങ് ആയ ഒരു സ്ട്രക്ചർ ആയിട്ട് മേലെ ഉണ്ട്. സോ നമുക്ക് അതിന്റെ മേലെ കൂടെ നടന്നു പോകാവുന്നതുള്ളൂ, അതിന് താഴെയുള്ള വെള്ളത്തിനെ ആലോചിച്ച് നമ്മളിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. സോ അതുപോലെ തന്നെ പാസ്റ്റ് ഇവന്റ്സ് ദാറ്റ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് എനിമോർ, അതായത് പണ്ട് നടന്നുപോയ കാര്യങ്ങൾ നമ്മൾ പറയില്ലേ അത് വിട്ടേക്ക് അല്ലെ, അതിനെ ആലോചിച്ചിരിക്കണം, അത് വിട്ടേക്ക് എന്ന് പറയില്ലേ, അങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ലാത്ത വിട്ടുകളയാനുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? വാട്ടർ അണ്ടർ ദ ബ്രിഡ്ജ് കേട്ടോ, പാലത്തിനടിയിലെ വെള്ളം എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ എന്താണ്? പാസ്റ്റ് ഇവന്റ്സ് ദാറ്റ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് എനിമോർ, ഇനി കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പാസ്റ്റ് ഇവന്റ്സ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ് ഇൻ ഗിവൻ സെന്റൻസ്. ഓക്കെ, so the board reviewing the courses offered by affiliated college found that quality of academic programs was usually good but somewhat irregular. So irregular ആണോ അല്ലെങ്കിൽ അക്കാഡമിക് ആണോ അല്ലെങ്കിൽ റിവ്യൂ ആണോ ഓർ റിവ്യൂ ആണോ അല്ലെങ്കിൽ അഫിലിയേറ്റഡ് ആണോ? അഫിലിയേറ്റഡിന്റെ സ്പെല്ലിംഗ് എന്താണ്? അഫിലിയേറ്റഡ് എന്നാണ് എഴുതുക കേട്ടോ, അഫിലിയേറ്റഡ് ആണ്. സോ ഇതാണ് തെറ്റുത്തരം വരിക. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരട്ടെ, അഫിലിയേറ്റഡ്. നെക്സ്റ്റ്, സെന്റൻസ് ഓഫ് എ പാരഗ്രാഫ് ആർ ഗിവൻ ബിലോ ഇൻ ജംബിൾഡ് ഓർഡർ. അറേഞ്ച് ദ സെന്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ ടു ഫോം എ മീനിങ്ഫുൾ ആൻഡ് കൊഹറന്റ് പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് അതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ നോക്കിയിടാം, the prices of cooking gas, pulses and vegetables have registered a sharp rise. In recent years, the price of essential commodities have gone up sharply. Okay, then next one, the low income groups and the salaried classes are the worst sufferers. Living has become quite a costly affair these days. സോ ഇതിൽ എന്തായിരിക്കും വരിക? ആദ്യമല്ലേ, സോ വിലക്കയറ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. സോ വിലക്കയറ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയല്ലേ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ തുടങ്ങുക അല്ലേ. ഗ്യാസിന്റെ വില കൂടിയെന്ന് ആദ്യം പറഞ്ഞു തുടങ്ങുമല്ലേ, ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ living has become quite costly affair these days. So നമുക്ക് ഫസ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ്, the low income groups and the salaried class are the worst sufferers. അല്ലെ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആരാണ്? യെസ്, അവരാണെന്ന് പറയാം. പിന്നെ നമ്മൾ എന്ത് പറയും? ഈ ഒരു കാലത്ത് ഇപ്പൊ കുറച്ച് കാലത്തിനടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും വില കൂടുന്നുണ്ട് അല്ലെ. ഇൻ റീസെന്റ് ഇയേഴ്സ് ദ പ്രൈസ് ഓഫ് എസെൻഷ്യൽ commodities have gone up sharply. അല്ലെ, എല്ലാത്തിന്റെയും വില കൂടുന്നുണ്ട്. പിന്നെ പറയും the price of cooking gas, pulse and vegetables have registered a sharp rise. അല്ലെ, ഇതിന്റെയൊക്കെ വിലയും എന്താണ് ഒരുപാട് കൂടിപ്പോയി. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞൂടെ. സോ നോക്കാം അതിന്റെ കറക്റ്റ്. യെസ്, സി ആണ് കേട്ടോ. SRQP ആണ്. SRQP. യെസ്, അപ്പൊ അതന്നെയാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരിക കേട്ടോ, അല്ലെങ്കിൽ ആ ഓർഡർ വരിക SRQP എന്നാണ്. നെക്സ്റ്റ്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഹൈലൈറ്റഡ് ഇഡിയം. ദാ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഇഡിയം ഉണ്ടല്ലോ. യെസ്, സോ ഈ ഒരു ലൈവാ. യെസ്, സോ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഓക്കെ, സോ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയുന്ന
ആ ഒരു idiom. The employee took the manager's remark with a pinch of salt. So അതിനെ എന്താ പറയാ, അതിന്റെ മീനിങ് ഏതിനാ വരിക എന്നുള്ളതാണ്. വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്നുള്ള എന്താ വരിക, ഗോയിങ് ഫോർ ദ ട്രൂത്ത്, distasteful and boring ആണോ, or doubt the truth or value of something. അപ്പൊ എന്താണ്, അതായത് മാനേജർ പറഞ്ഞ ആ ഒരു റിമാർക്കിനെ അയാൾ എങ്ങനെയാണ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്, അതായത് അതിനൊരു എന്താ പറയാ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചില്ല അല്ലെ, കയ്യോടെ അങ്ങോട്ട് എന്താ പറയാ കയ്യോടെ വിഴുങ്ങിയില്ല, അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് വാ തൊടാതെ വിഴുങ്ങിയില്ല എന്നൊക്കെ പറയുന്നില്ലേ, തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നൊക്കെ പറയില്ലേ. സോ അതുപോലെയാണ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഡൗട്ട് ദ ട്രൂത്ത് ഓർ വാല്യൂ ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഒരു സത്യസന്ധതയെ ഒന്ന് സംശയിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, പിഞ്ച് ഓഫ് സോൾട്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ് ഇൻ ദ ഗിവൺ സെന്റൻസ്. ഈ സെന്റൻസിനകത്തുള്ള ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ് ഏതാണ്? ഇഫ് ഷീ ഹാഡ് ബിഗൺ ഏർലിയർ ഷീ മൈറ്റ് ഹാവ് സക്സീഡഡ് ഇൻ ഫിനിഷിംഗ് ദ എക്സ്ട്രീംലി ഇൻട്രിക്കേറ്റ് പ്രോജക്ട് ബിഫോർ ദ ഡെഡ് ലൈൻ. സോ ഇതിൻ്റെ അകത്തുള്ള തെറ്റ് ഏതാണ് എന്ന് വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ അതിനകത്ത് ഇതാ ഡെഡ് ലൈൻ കറക്റ്റ് ആണ്. ഇൻട്രിക്കേറ്റ് ഇതാണോ സ്പെല്ലിംഗ്? ഓഫ് കോഴ്സ് ഇൻട്രിക്കേറ്റ് തന്നെയാണ്. ഏർലിയർ ഓഫ് കോഴ്സ് അത് തന്നെയാണ്. പക്ഷേ സക്സീഡഡിന്റെ സ്പെല്ലിങ്ങിന് എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലേ. സക്സീഡഡിന് എന്താണ്? സക്സീഡഡിന്റെ സ്പെല്ലിങ്ങിൽ എന്താണെടാ? 2 C ഉണ്ട്. ഇവിടെ ഒറ്റ CA കൊടുത്തുള്ളൂ, 2 C ഉണ്ട് അല്ലേ. സക്സീഡഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 2 C അവിടെ വരുന്നുണ്ട് കേട്ടോ. യെസ്, നെക്സ്റ്റ് വൺ. അടുത്തതും ഇതങ്ങനെ കൊടുത്തിട്ടുണ്ട്, സെന്റൻസ് ഓഫ് എ പാരഗ്രാഫ്. അപ്പൊ നമ്മൾ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള അറേഞ്ച് ചെയ്തൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കൊഹറന്റ് പാരഗ്രാഫ് ആക്കി മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. സോ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? I was almost drowned a dozen times, was nearly boiled alive and just missed being cremated. Now my well-being is simply the result of a careful, measured mode of living, and perhaps the most astonishing thing in that 3 times in my youth I was rendered by illness a hopeless physical wreck and given up by physicians. More than this, through ignorance, the light-heartedness, I got into all sorts of difficulties, dangers and scraps, from which I extricated myself by my enchantment. But as I recall these incidents, so അതിനകത്ത് എന്തെന്നായാലും ഏത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്? എ വെച്ച് ചാൻസ് ഉണ്ടായിരുന്നു. I was almost drowned a dozen times. പക്ഷെ എ ഇവിടെ ഓപ്ഷനിൽ വരാത്തത് കൊണ്ട് നമുക്ക് ബി ആണ് ഫസ്റ്റ് തന്നെ വരിക എന്നുള്ള ഓർത്ത് വെക്കാം. ഓക്കെ, ബി ആണ് ഫസ്റ്റ് വരിക. എന്താ പറയുക, നൗ മൈ വെൽബീയിങ് ഇസ് സിംപ്ലി അല്ലേ. അതിനുശേഷം ഐ വാസ് ഓൾമോസ്റ്റ്, അതായത് നൗ മൈ വെൽബീയിങ് ഇസ് സിംപ്ലി ദ റിസൾട്ട് ഓഫ് കെയർഫുൾ ആൻഡ് മെഷേർഡ് മോഡ് ഓഫ് ലിവിങ്. അതായത് ഞാൻ സൂക്ഷിച്ച് ജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഉള്ളത് എന്നുള്ളതാണ് അല്ലേ. ആൻഡ് പെർഹാപ്സ് ദ മോസ്റ്റ് അസ്റ്റോണിഷിംഗ് തിങ് ദാറ്റ് 3 times in my youth, ചെറുപ്പത്തിൽ 3 പ്രാവശ്യം എന്താണ്, I was rendered my illness as a hopeless physical wreck and given up by the physicians. So ഡോക്ടർമാരൊക്കെ എഴുതിയുള്ള കേസായിരുന്നു 3 വട്ടം. ആ 3 വട്ടത്തിൽ എന്തുണ്ടായി? I was almost drowned in a dozen times. ഒരു ഡസൺ പ്രാവശ്യം ഞാൻ മുങ്ങിപ്പോയി. വാസ് നിയർലി ബോയിൽഡ് അലൈവ്, ഏകദേശം എന്നെ ജീവനോടെ ബോയിൽ ചെയ്യുന്ന വരയ്ക്ക് എത്തി. ആൻഡ് ജസ്റ്റ് മിസ് ബീങ് ക്രിമേറ്റഡ്, എന്നെ ദഹിപ്പിക്കേണ്ടതായിരുന്നു, എന്നിട്ട് അതൊന്നും പറ്റിപ്പോയില്ല എന്നാണ് പറയുന്നത്. സോ അത് നമുക്ക് എന്ത് കൊടുക്കാം? അത് എ കൊടുക്കാം. അല്ല, അതല്ല, അതിൻ്റെ മുന്നേ മോർ ദാൻ ദിസ് ത്രൂ ഇഗ്നറൻസ് ആൻഡ് ലൈറ്റ് ഹാർട്ട്നെസ് ഐ ഗോട്ട് ഇൻ ടു ഓൾ സോർട്സ്. ഞാൻ എല്ലാ ബുദ്ധിമുട്ടിലേക്ക് എത്തി എന്നുള്ളത് വേണം. ഓൾ ഡിഫിക്കൽട്ടീസ്, ഡേഞ്ചേഴ്സ് ആൻഡ് സ്ക്രാപ്സ് ഫ്രം വിച്ച് ഐ എക്സ്ട്രിക്കേറ്റഡ് മൈസെൽഫ് ബൈ എൻചാൻമെന്റ്. അതിനുശേഷം അല്ലേ, അപ്പൊ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് BCA പറയുന്നത്. നെക്സ്റ്റ്, but as I recall these incidents to my mind, I feel convinced that my preservation was not altogether accidental. എന്നെ വെറുതെ അല്ല ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വെറുതെ ആക്സിഡന്റലി പ്രിസർവ് ചെയ്ത് വെച്ചല്ല. സോ ആദ്യത്തത് വരുന്നത് എനിക്ക് ഇങ്ങനത്തെ യൂത്തിലെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ മോർ ദാൻ ദിസ്, ഇഗ്നോറൻസ് ആൻഡ് ലൈറ്റ് ഹാർട്ടഡ്നെസ്, ഐ ഗോട്ട് ഇൻ ടു ഓൾ സോർട്സ് ഓഫ് ഡിഫിക്കൽട്ടീസ്, ഡാമേജസ് ആൻഡ് സ്ക്രേപ്സ് ഫ്രം വിച്ച് ഐ എക്സ്ട്രിക്കേറ്റഡ് മൈസെൽഫ് ബൈ എൻചാൻമെന്റ്. എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയിട്ടുള്ളതാണ്. എന്തൊക്കെ രക്ഷപ്പെടലുകൾ ഉണ്ടായിരുന്നതും പിന്നെന്താണ്, യെസ്, ഞാൻ ജീവിച്ചത് വെറുതെ അല്ല എന്നുള്ളത്. സോ BCAD ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക കേട്ടോ, BCAD. യെസ്, നെക്സ്റ്റ്.
Select the option that can be used as a one word substitution for given group of words. So ഇപ്പൊ തന്നിട്ടുള്ള വേർഡ്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് സിംഗിൾ വേർഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൺ വേർഡ് ആണ്. ദ വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. മാൻകൈൻഡിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിലാന്ത്രോപ്പസ് അല്ലെ, മനുഷ്യസ്നേഹിനാണ് നമ്മൾ എന്ത് പറയാ, ഫിലാന്ത്രോപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർണിത്തോളജിസ്റ്റ് ആരാണ്? ഹൂ ഇസ് ആൻ ഓർണിത്തോളജിസ്റ്റ്? ആരാ കമന്റ് ചെയ്തേ? വൺ ഹൂ ലവ്സ് ബേർഡ്സ് അല്ലെ. ബേർഡ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ എന്ത് പറയുന്നത്, ഓർണിത്തോളജിസ്റ്റ്. ഓർ സ്റ്റഡി അബൌട്ട് ബേർഡ്സ്, ഓർ വൺ ഹൂ സ്റ്റഡീസ് അബൌട്ട് ബേർഡ്സ്, അതിനെയൊക്കെയാണ് ലവ്സ് അല്ലെങ്കിൽ സ്റ്റഡീസ്. സ്റ്റഡീസ്. ഓക്കെ, സ്റ്റഡീസ് അബൌട്ട് ബേർഡ്സ്, ബേർഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരാൾ. അടുത്തത് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ എ സെന്റൻസ്. ഇതിൻ്റെ അകത്തും വേർഡ് അണ്ടർലൈൻ ചെയ്ത് ഞാൻ കാണുന്നില്ല, നോക്കട്ടെ. Even though James won the election, he was not brought any of his campaign promises to fruition. Yes, അപ്പൊ ഇതിനകത്ത് ഇതാണ് കേട്ടോ, not brought any of his campaign promises to fruition. So ഫ്രൂഷൻ എന്ന് പറയുമ്പം എടാ ഇതിനകത്ത് അണ്ടർലൈൻ വേർഡിന്റെ അപ്രോപ്രിയേറ്റ് മീനിങ് അല്ലേ. അപ്പൊ ഫ്രൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾ ആക്കുക, ഫലവത്താക്കുക എന്നുള്ളതാണ്. സോ അവിടെ കറക്റ്റ് വരെ അക്കംപ്ലിഷ്മെന്റ് ആണ് കേട്ടോ. അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ ഒരു അല്ലെ, അത് അക്കംപ്ലിഷ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണല്ലോ. സോ ആ ഫ്രൂഷൻ എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് അവിടെ കറക്റ്റ് അണ്ടർലൈൻഡ് വേർഡ് വരിക. സോ അക്കംപ്ലിഷ്മെന്റ് ആണ് അതിന് ആൻസർ വരിക കേട്ടോ. Next, select the option that can be used as a one-word substitute for the given group of words. ഇതിന്റെ one-word substitution ആക്കാൻ പറ്റിയത്, in arched structure in a garden having an arched structure in a garden having climbing plants. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇടുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മേരെയും വല്യമ്മേൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ സംഗതി അറിയാവോ എന്ന്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും മിക്കവാറും ഇങ്ങനെ ഒരു കാർ പോർച്ചിന്റെ മേലേക്ക് കയറ്റി ഇങ്ങനെ പീസായിട്ട്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അഴി പോലെ ഒരു സംഗതി കൊടുക്കും അല്ലെ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, പെർഗോള എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലെ. സോ ഇവിടെ കറക്റ്റ് ആൻസർ നിങ്ങളുടെ വരുന്നത് ആ പെർഗോളയാണ് കേട്ടോ. യെസ്, ഓക്കെ. സോ പെർഗോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പന്തല് പോലെ, അതായത് നമ്മൾ നടക്കുന്ന വഴീനെ മേലെ ഇങ്ങനെ അഴി പോലെ മേലെ ഇങ്ങനെ ആയിട്ട് ഒരു സാധനമായിരിക്കും. അതിന്റെ മേലെ കൂടെ ഈ ചെടികളൊക്കെ പടർന്ന് കയറി an arched structure in a garden having climbing plants. സോ അങ്ങനെ ആർച്ച്ഡ് ആയിട്ടുള്ള ക്ലൈംബിംഗ് പ്ലാന്റ്സ് ഉള്ള സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് പറയാ, പെർഗോള എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റ്യൻ അല്ലേ. നെക്സ്റ്റ്, ഓണമെറ്റപ്പോയ മീൻസ്. എന്താ ഓണമെറ്റപ്പോയ എന്ന് പറഞ്ഞാൽ? ഓണമെറ്റപ്പോയ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ, അതായത് ചില വേർഡ്സ് കേൾക്കാനായിട്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയടാ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ബെല്ലിന്റെ സൗണ്ട് പറയണമെങ്കിൽ ടിങ് ടിങ് എന്ന് പറയുന്നത് ഒരു ഓണമെറ്റപ്പോയാണ്. അതുപോലെ തന്നെ റിങ്ങിങ്. ഓക്കെ, റിങ്ങിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ബെല്ലിന്റെ ഇപ്പത്തെ നമ്മളെ ബെല്ലിന്റെ റിങ്ങിങ് എന്ന് പറയുമ്പം പല തരത്തിലുള്ള റിംഗ് ടോൺസ് ആണ്. പക്ഷെ പണ്ടത്തെ കാലത്ത് റിങ്ങിങ് എന്ന് പറഞ്ഞാൽ റിങ് എന്നുള്ളതായിരുന്നു. സോ റിങ് എന്നുള്ളതായിരുന്നു പണ്ട് ഫോണുകൾ അടിച്ചുകൊണ്ടിരുന്നത്. സോ അതിനെ തന്നെയാണ് റിങ്ങിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ കാർട്ടൂൺസ് ഒക്കെ വായിക്കുകയാണെങ്കിൽ ബൂം, പിന്നെ സ്പ്ലാഷ് എന്നൊക്കെ പറഞ്ഞാണ് വെള്ളം തെറിക്കുന്ന ആ ഒരു ഒച്ച. സോ വെള്ളം തെറിക്കുന്ന ആ സൗണ്ടിൽ നിന്നും ഒരു വേർഡ് ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വേർഡ്സിനാണ് നമ്മൾ ഓണോമെറ്റോപ്പോയ എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഓണോമെറ്റോപ്പോയയിൽ കറക്റ്റ് നല്ലൊരു എക്സാമ്പിൾ ആണ് കാക്കയാണ് നമ്മൾ കാക്ക എന്ന് വിളിക്കാൻ കാരണം അത് കാന്ന് കരയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ കുയിലിനെ ഇംഗ്ലീഷിൽ കുക്കു എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിനെ കുക്കു എന്ന് വിളിക്കുന്നത്? അത് കുക്കു എന്ന് കരയുന്നതുകൊണ്ടാണ് അതിനെ കുക്കു എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള ആ ഒരു സൗണ്ട് എങ്ങനെയാണോ ആ സൗണ്ടിൽ നിന്നും വരുന്ന വേർഡിനെയാണ്, അതായത് ഒരു പ്രത്യേക സൗണ്ട്. ഓക്കെ, അപ്പം കാറ്റ്സ് മ്യൂ എന്ന് പറഞ്ഞാൽ പൂച്ച മ്യൂ ആക്കുന്നു, പൂച്ച ഓൾറെഡി മ്യാവ് എന്ന് കരയുന്നു. സോ അതുകൊണ്ട് അതിന്റെ കരച്ചിൽ ശബ്ദത്തിന് മ്യൂ എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. സോ അങ്ങനെ ആ ഒരു സൗണ്ടിൽ നിന്നും ഒരു വേർഡ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓണോമെറ്റോപ്പോയ എന്ന് പറയാം. സോ ഇവിടെ നോക്കിയേ, യെസ്, ഓണോമെറ്റോപ്പോയ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കോയിങ് ദ സെയിം സൗണ്ട് റിപ്പീറ്റഡ്ലി. ഒരു സൗണ്ട് പിന്നെയും എക്കോ ചെയ്യുന്നതിനാണ് പറയാ. അല്ല, എക്കോയിങ് ഓഫ് ദ സെൻസ് ഓഫ് സൗണ്ട്, ഷേപ്പ് ആൻഡ് സൈസ്. എക്കോയിങ്ങേ അല്ല, എക്കോയിങ് ഓഫ് ദ സെയിം സെൻസ് ഓർ മീനിങ് ഇൻ ഡിഫറെന്റ് വേർഡ്സ്. അതൊന്നും അല്ല. ഏതാണ്? നൺ ഓഫ് ദി എബവ്. അപ്പൊ ഏതാ വരിക? നൺ ഓഫ് ദി എബവ് ആണ് കേട്ടോ.
നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ഫോളോയിങ് ലൈൻസ്. ലവ് ഇസ് ബ്ലൈൻഡ്. പ്രണയത്തിന് കണ്ണ് കണ്ടൂടാ എന്നുള്ളത് അല്ലെ. പ്രണയം ഇവിടെ ബ്ലൈൻഡ് ഒക്കെ മിക്കവാറും നമ്മൾ എന്താണ് ഒരു പേഴ്സന്റെ ക്വാളിറ്റിയാണ് അല്ലെ. ഒരു പേഴ്സണ് കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബ്ലൈൻഡ് അല്ലെ. അപ്പം ലവ് ഇസ് ബ്ലൈൻഡ് എന്ന് പറയുമ്പം എന്താണ്, പ്രണയം ഇങ്ങനെ കണ്ണും മൂടി കെട്ടി അല്ലെങ്കിൽ പ്രണയം കണ്ണ് കാണാതെ നടക്കുന്ന ഒരാളാണെന്നല്ലേ. സോ കറക്റ്റ് ആൻസർ അവിടെ വരിക പേഴ്സോണിഫിക്കേഷൻ ആണ്, പേഴ്സോണിഫിക്കേഷൻ. നെക്സ്റ്റ്, സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫ്രേസ് ഓർ സെന്റൻസ് വിച്ച് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ദ ഗിവൻ വേർഡ്സ്. പാസിഫിസ്റ്റ്. പാസിഫിസ്റ്റ് എന്നുള്ളതിൽ ആരാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. വൺ ഹു ബിലീവ്സ് ഇൻ ടോട്ടൽ അബോളിഷൻ ഓഫ് വാർ. സോ പാസിഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Who is a pacifist? Complete abolition of war or total abolition of war. യുദ്ധം അപ്പാടെ ഇല്ലാതാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു പാസിഫിസ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഒരു പാസിഫിസ്റ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, സെലക്ട് ദി ആന്റോണിം ഓഫ് ദി വേർഡ്. ഓക്കെ, അപ്പം ആന്റോണിം എന്ന് പറഞ്ഞാൽ അഗൈൻ എന്താണ്? ഓപ്പോസിറ്റ്സ് ആണ്. വാല്യുബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിലപിടിപ്പുള്ളത്. വർത്ത്ലെസ് എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാത്തത്. സോ വർത്ത്ലെസ് ആണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. ഇൻവാല്യുബിൾ എന്ന് എഴുതരുത്, വർത്ത്ലെസ്. വാല്യുബിൾ എന്ന് പറയുമ്പം എന്റെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ. വർത്ത്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലപിടിപ്പില്ലാത്തത്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തത്, സെലക്ട് ദി കറക്റ്റ് ആന്റണിം ഓഫ് ദ ഗിവൻ വേർഡ്സ്. ഇനി തന്നിട്ടുള്ള വേർഡ്സിന്റെ ആന്റണിം ഏതൊക്കെയാണ്? ഓട്ടോണമി. ഓട്ടോണമി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് നോക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഓട്ടോണമി എന്ന് പറയുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ഞാൻ ഭയങ്കര എന്താ പറയാ, ഐ ഹാവ് അറ്റൈൻഡ് ഓട്ടോണമി പറഞ്ഞാൽ എനിക്ക് എന്റെ കാര്യങ്ങൾ സ്വന്തം നോക്കാനായിട്ട് പറ്റുന്നത്. സോ ഓട്ടോണമി ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയായിരിക്കും? അവർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. സോ ഇവിടെ കറക്റ്റ് വരുന്നത് എന്താണ്? ഡിപ്പെൻഡൻസ് ആണ് കേട്ടോ. സോ ഓട്ടോണമിന്റെ ആന്റണിം ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? ഡിപ്പെൻഡൻസ് എന്നുള്ളതാണ്. എന്താണ്? ഡിപ്പെൻഡൻസ് ആണ് കേട്ടോ. അതുപോലെ വിത്ത് ദ പെയർ ഓഫ് സിനോണിംസ് among the given 4 options. Find the pair of synonyms among the given 4 options. So ഈ 4 ഓപ്ഷൻ്റെ അകത്തുനിന്നും പെയർ ഓഫ് സിനോണിംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ഒരേ മീനിങ് വരുന്ന 2 സോ ബോൾഡ് ഉണ്ട്, ഫ്രൈറ്റൻ. ബോൾഡും ഫ്രൈറ്റനും വരില്ല. പെട്രിഫൈയും ജനറസും വരുമോ? പെട്രിഫൈയും ജനറസും വരില്ല. പക്ഷേ ഫ്രൈറ്റനും പെട്രിഫൈയും വരും. പെട്രിഫൈ എന്ന് പറഞ്ഞാലും പേടിക്കാന്നുള്ളതാണ്. പെട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചറില്ല എന്നുള്ളതാണ്. ഫ്രൈറ്റൻ എന്ന് പറഞ്ഞാലും പേടിക്കുക എന്നുള്ളതാണ്. സോ കറക്റ്റ് ആയിട്ട് വരുന്ന അവിടെ 2 ഓപ്ഷൻ വരിക. ബ്രൈറ്റനും പെട്രിഫൈയും ആണ്. ബിയും സിയും. യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ്, സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ടു റീപ്ലേസ് ദി ഇറ്റാലിസൈസ്ഡ് വേർഡ്. സോ ഇറ്റാലിസൈസ്ഡ് വേർഡ് ഞാനിതൊക്കെ അവിടെ കൊടുത്തായിരുന്നു. എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞോ. മീഗർ ആണ് കേട്ടോ വരിക. Okay, so Sneha opened the cupboards and glanced over her meager supply of canned goods. എന്താ meager supply? അപ്പം സിനോണിം ആണ്. സിനോണിം എന്ന് പറയുമ്പോൾ എന്താണ്? സിമിലർ മീനിങ് ആണ് കേട്ടോ. സിമിലർ മീനിങ് ആണ്. ഓക്കെ, ആന്റോണിം ആണ് ഓപ്പോസിറ്റ് മീനിങ് വരുന്നത്. സോ മീഗർ എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായത്, വളരെ കുറവായത്, കുറഞ്ഞത്, തുച്ഛമായത് എന്നുള്ളതൊക്കെയാണ്. സോ മീഗർ സപ്ലൈ ഓഫ് ക്യാൻ ഗുഡ്സ് എന്ന് പറയുമ്പം സ്കാൻറ്റി എന്നുള്ളതാണ് വരട്ടോ. ബൗണ്ടിഫുൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ല തിങ്ങി നിറഞ്ഞിട്ടുള്ളത്, സമൃദ്ധമായത് എന്നുള്ളതാണ് ബൗണ്ടിഫുൾ. പ്ലെന്റിയസ്, സർപ്ലസ് എന്നൊക്കെ പറഞ്ഞാൽ, പ്ലെന്റിയസ് ബൗണ്ടിഫുൾ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഭയങ്കര നിറഞ്ഞിരിക്കുന്നത്, നല്ല നിറഞ്ഞു തുളുമ്പുന്നത് എന്നുള്ള മീനിങ് ആണ്. സോ സ്കാൻറ്റി ആണ് എന്ത്? ഈ പറഞ്ഞ മീഗർ സപ്ലൈ. മീഗർ അല്ലേ. സ്നേഹ ഓപ്പൺ ദ കബോർഡ്സ് ആൻഡ് ഗ്ലാൻസ്ഡ് ഓവർ ഹർ മീഗർ സപ്ലൈ ഓഫ് ക്യാൻ ഗുഡ്സ്. മീഗർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞത്. ഓക്കെ, വളരെ അളവ് കുറഞ്ഞത് എന്നുള്ള മീനിങ് ആണ്. Next, in the following questions, a word has been written in 4 different ways, out of which only one is correctly spelled. Select the correctly spelled word. അതിൻ്റെ അകത്ത് നിങ്ങൾ സ്കൂളിലോട്ടേ പഠിക്കുന്നതാണ് സർക്യൂട്ടിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്നുള്ളത്. സർക്യൂട്ടിൻ്റെ സ്പെല്ലിംഗ് എന്താ വരിക? CIRCUIT. ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ് വരിക. ഇതിനകത്ത് യെസ് നോക്കിയ സർക്യൂട്ട് അല്ലെ. ഞങ്ങൾ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. സർക്യൂട്ട് എന്നുള്ളതിന് അയ്യോ പോയി. യെസ്, ഇങ്ങനെയൊക്കെ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊന്നും അല്ല. നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? CIRCUIT ആണ് കേട്ടോ. CUET എന്ന് പറയുന്നില്ല. അതേപോലെ തന്നെ CUIT ആണ് കറക്റ്റ് ആൻസർ വരിക.
ഓക്കെ, എടാ ഞാൻ പണ്ട് പറഞ്ഞുതരാം. ഞങ്ങൾ പണ്ട് +2 പഠിക്കുമ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പം സാറ് ഫിസിക്സിന്റെ ഒരു സാറിന്റെ ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു. EB എന്ന് പറഞ്ഞ സാറൊക്കെ കറക്റ്റ് പേരെനിക്കറിയാം, അവിടെ കണ്ണൂരിലൊരു സാറായിരുന്നു. സോ ആ സാറ് ഇങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ നോട്ട്, സാറ് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട് എഴുതുമ്പോൾ അതിനിടയിൽ കൂടെ നടക്കുമ്പം സാർ ഒരുത്തന്നെ നോട്ട് എടുത്തിട്ട് വമ്പൻ ചിരി. എന്നിട്ട് സാർ ഇവന്റെ അടുത്ത് എന്തൊക്കെയോ ഇങ്ങനെ കളിയാക്കി എന്തൊക്കെയോ ചോദിക്കുന്നില്ല. അപ്പൊ ഇവന് ഇങ്ങനെ ചമ്മി നിൽക്കുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എന്താന്ന് ഇങ്ങനെ വിചാരിച്ച് ക്യൂരിയസ് ആയി നിൽക്കുമ്പോ സാറ് എല്ലാരോടും ഒരു സ്പെല്ലിംഗ് എഴുതാൻ വേണ്ടി പറഞ്ഞു. എല്ലാരും എഴുതി കഴിഞ്ഞു. അപ്പൊ സാറ് ലാസ്റ്റ് പറയാണ് ഇവൻ എഴുതിയത് എന്താണെന്നുള്ളത്. അവനോട് എഴുതാൻ പറഞ്ഞ വേർഡ് ഈ വേർഡായിരുന്നു, പൊട്ടൻഷ്യോമീറ്റർ എന്നുള്ള വേർഡായിരുന്നു. പക്ഷെ പുള്ളി എഴുതി വന്ന സാധനം ഇങ്ങനെയാണ്. പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ, അപ്പൊ എന്റെ സാറ് പറഞ്ഞു യെസ് നിന്റെ ഷോക്കുള്ള മീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് പൊട്ടൻഷ്യോമീറ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പെട്ടെന്ന് ഇത് ഓർമ്മ വന്നപ്പോ പറഞ്ഞാണ് കേട്ടോ. സർക്യൂട്ടിന്റെ കാര്യം വന്നപ്പോ എനിക്ക് പെട്ടെന്ന് ആ ഒരു പൊട്ടൻഷ്യോമീറ്ററിന്റെ കാര്യം ഓർമ്മ വന്നു. സോ അതുകൊണ്ട് അത് പറഞ്ഞതാണ്. നെക്സ്റ്റ്, in the following questions, a word has been written in 4 different ways, out of which only one is correctly spelled. Select the correctly spelled word. ഇത് കുറച്ച് പുളിക്കും. ഇത് അത്ര വലിയ ഈസി ആയിട്ട് എളുപ്പത്തിലൊന്നും കിട്ടുന്ന സാധനമൊന്നുമില്ല. കുറച്ചൊന്നും ശ്രദ്ധിച്ച് വായിച്ചാൽ തന്നെ റെഡി ആവുള്ളൂ. സോ എന്തെന്നാലും ഞാൻ ആൻസർ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ ഓൾറെഡി താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. A ആണുള്ളത്. എന്താണ്? കൺകറൻസ് ആണ് കേട്ടോ, കൺകറൻസ്. സോ അവിടെ നിങ്ങൾ ഓർത്തിക്കുന്നത് CUNCURRENCE ആണെന്നുള്ള ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഡെൻ. എടാ ഇന്നിപ്പോ നിങ്ങളുടെ കമന്റ് ഒന്നും എനിക്കിവിടെ കാണുന്നില്ല കേട്ടോ. നിങ്ങൾ കമന്റ് ഇടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടെന്നാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ID ഇതാണ്. ഒന്ന് മെസ്സേജ് ഇടുക കേട്ടോ. ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തന്നോളാം. എനിക്കിപ്പോഴും റിപ്ലൈ കാണുന്നില്ല. അല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഒരു കമന്റ് ഇട്ടാലും മതി. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ട് എന്നാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. കൺകറൻസ്. നെക്സ്റ്റ്, ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 39 of 53. ഞാൻ പോയിട്ട് ചെറുങ്ങനെ വെള്ളം എടുത്തിട്ട് കുടിച്ചിട്ട് വരാം കേട്ടോ. എവിടെയും പോകരുത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെച്ചോ. ഞാൻ സെക്കൻഡ് വരാം. ഇവിടെ തന്നെ ഉണ്ട്, ഒന്ന് കുടിച്ചിട്ട് വരാം. Okay, select the most appropriate idiom for the select the most appropriate idiom from for the sentence given below. ഏതാണ്? The detective suspected Shyam because of his odd behavior while investigating. Yes, investigating in the scam. So എന്തായിരിക്കും വരിക? Shyam, the detective suspected Shyam. Okay, suspect ചെയ്തു Shyam because of his odd behavior while investigating in the scam. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഇഡിയംസിൽ കുറച്ചെണ്ണത്തിൽ ഒന്നാണിത് ആക്ച്വലി. അതായത് ഒരു കളത്രം മണക്കുക അല്ലെ, നമ്മൾ ആ ഒരു സംതിങ് ഫിഷി എന്ന് പറയില്ലേ, സംതിങ് ഫിഷി എന്ന് പറയില്ലേ, സ്മെൽ സംതിങ് ഫിഷി എന്ന് പറയില്ലേ. സോ അതേപോലെ തന്നെയാണ് ടു സ്മെൽ എ റാറ്റ്. എന്താണ്? ടു സ്മെൽ എ റാറ്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെള്ളം കുടിക്കാൻ പോകാന്ന് പറഞ്ഞാൽ അതിന് പോയിട്ടില്ല. നെക്സ്റ്റ്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് ഇഡിയം ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. അപ്പൊ ഇതൊന്ന് നോക്കിയേ, ഒരൊറ്റ മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ഇതായി ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് കുടിച്ചിട്ട് വരാം. അപ്പൊ ഒന്ന് നോക്കിയേ എന്താണ് ഇതിന്റെ വിശേഷം എന്നുള്ളത്. നിങ്ങളുടെ ആൻസറൊക്കെ കമന്റ് ചെയ്തോളൂ. ആൻസർ ഞാൻ കാണില്ല, എന്നാലും ഒന്ന് നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. ഓക്കെ യെസ്. സോ എൻ്റെ ആൻസർ കണ്ടുപിടിച്ചോ? 9 times out of 10 he tells lies. സോ എന്താണ് 9 times out of 10 എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും അല്ലെങ്കിൽ മിക്കവാറും എന്നുള്ളതാണ് അല്ലേ. 9 times out of 10 എന്ന് പറയുമ്പോൾ എന്താണ്? he tells lies എന്ന് പറയുമ്പം യെസ്, ഏതാ കറക്റ്റ് വരിക? all the time, hardly, in most cases, sometimes. സോ യെസ്, നമ്മുടെ കറക്റ്റ് ആൻസർ അവിടെ വരുന്നത്
ഇൻ മോസ്റ്റ് കേസസ് അല്ലെ, മിക്കവാറും അവൻ എന്താണ് കള്ളം തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ്. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ചൂസ് ചെയ്ത് ആ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ്. ദ ഏജ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് ഡാഷ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ കോമ്പറ്റീഷൻ അല്ലെ. അപ്പം പാർട്ടിസിപ്പൻസിന്റെ ഏജിന് ഒരു വലിയ ഘടകമുണ്ട്, ആ ഒരു കോമ്പറ്റീഷനിൽ വലിയൊരു ഘടകമാണെന്നുള്ളതാണ്. സോ ദ ഏജ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് is an important factor in the competition. Do, has, are. So age of the participants ആണ്. പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 6 കൊടുക്കാമെന്ന് വിചാരിക്കും, പക്ഷെ അവിടെ 6 കൊടുക്കരുത്. ദ ഏജ്, ഈ ഏജിനെയാണ് നമ്മൾ അവിടെ കാണേണ്ടത് കേട്ടോ. സോ ഏജ് എന്നുള്ളത് അവിടെ സിംഗുലർ ആണ്, ദ ഏജസ് എന്ന് പറയുന്നില്ല, ഏജ് എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ 6 യൂസ് ചെയ്യാതെ ഇസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദ ഏജ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് is an important factor in the competition. So participants എന്നുള്ളത് അവിടെ പ്ലൂറിൽ വരുന്നുണ്ട്, അത് വിചാരിച്ചിട്ട് അവിടെ 6 കൊടുക്കരുത്, ഏജിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഏജ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് ആണ്, അപ്പൊ അത് is an important factor in the competition എന്നാണ് വരിക കേട്ടോ. അടുത്ത സെന്റൻസ് ഓഫ് എ പാരഗ്രാഫ് ആർ ഗിവൻ ബിലോ while the first and last sentences S1 S6 ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും അവിടെ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ഓർഡറിലാണ്. അതിനിടയിലുള്ള ABCD അവർ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. സോ അത് നമ്മൾ കറക്റ്റ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ എ എന്താണ്, ഇൻ ഡോക്ടർ ബാബാ സാഹേബ് ഇൻ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്താണ്, ഇൻ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ബട്ട് ഓൾസോ ആൻ എൽഡർ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയില്ല. എന്താണ്, we have not only a crusader against the caste system, അതും പറയില്ല. a valiant അല്ലേ, അപ്പൊ എന്താ വരിക, യെസ് കറക്റ്റ് ആൻസർ എന്താ വരിക, BACD എന്നാണെന്ന്. we have not only, സോ ഇവിടുത്തെ ആൻസർ യെസ് ഇത് പറഞ്ഞല്ലോ, ഇൻ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ we have not only a crusader against the caste system. ഓക്കെ, എന്താണ്, യെസ് ബി ആണ് ഫസ്റ്റ് വരിക, ഓപ്ഷൻ വൈസ് അങ്ങനെയാണ് കേട്ടോ. സോ ബി, വി ഹാവ് നോട്ട് ഓൺലി എ ക്രുസൈഡർ അഗെയിൻസ്റ്റ് ദ കാസ്റ്റ് സിസ്റ്റം. നോട്ട് ഓൺലി പറഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് ആര് വരണം, ബട്ട് ഓൾസോ ആണ് ശരിക്കും വരേണ്ടത് അല്ലെ. അതെ ബട്ട് ഓൾസോ, യെസ് ബട്ട് ഓൾസോ. നോട്ട് ഓൺലി എന്നുള്ള സാധനം വന്നു കഴിഞ്ഞാൽ ബട്ട് ഓൾസോ എന്നുള്ളത് കൂടെ വരും. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അതങ്ങനെ വരും എന്നുള്ള ഓർത്ത് വെക്കുക കേട്ടോ. വി ഹാവ് നോട്ട് ഓൺലി എ ക്രുസൈഡർ അഗെയിൻസ്റ്റ് ദ കാസ്റ്റ് സിസ്റ്റം ബട്ട് ഓൾസോ ആൻ എൽഡർ സ്റ്റേറ്റ്സ്മാൻ, നാഷണൽ ലീഡർ ആൻഡ് എ വാലിയൻ ഫിഗർ അല്ലെ. സോ ആൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എ ആണ്. സോ ആൻഡ് എ വാലിയൻ ഫിഗർ ഫോർ ദി കോസ് ഓഫ് ദി downtrodden in India, whose contribution in the form of Constitution 5 of India will be cherished. So BCAD എന്നാണ് അതിന്റെ വരിക, BACD, യെസ് BACD എന്നാണ് അതിന്റെ കറക്റ്റ് ഓപ്ഷൻ വരിക കേട്ടോ, BACD എന്നുള്ളതാണ് വരിക. നെക്സ്റ്റ്, mentally strong, appropriate, select the most appropriate collocating word. collocations എന്ന് പറഞ്ഞാൽ എന്താണ്, ചില വേർഡ്സ് നമ്മൾ അത് അങ്ങനെ തന്നെ പറയുന്നുള്ളൂ അല്ലെ, ചില വേർഡ്സ് അത് അങ്ങനെ തന്നെ അതിന്റെ കൂടെ അങ്ങനെ തന്നെയാണ് പറയാ. സോ സ്റ്റിക്ക് ഓൺ എന്നൊക്കെ പറയുന്ന പോലെ. സോ collocating words to fill in the blanks. Mentally strong people do not dash to suicide over trivial things. So എന്താ വരിക, mentally strong people do not dash to suicide over trivial things. ഏതാ വരിക, ഗിവ് അപ്പ് ആണ് കേട്ടോ കറക്റ്റ് അവിടെ ആൻസർ വരിക, ഗിവ് അപ്പ് എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ നിങ്ങൾ നോക്കി കൊടുക്കുക എന്നുള്ളതാണ്, ഗിവ് അപ്പ് അല്ലെ. ഗിവ് അപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അല്ലെ, മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് ചെറിയ, ട്രിവിയൽ എന്ന് പറയുമ്പോൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോയി ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ് ആ ഉദ്ദേശിക്കുന്നത് കേട്ടോ. യെസ്, മൈക്ക് നിങ്ങൾക്ക് കേൾക്കുന്നില്ലടാ, നിസ്സാരമായ കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, select the most appropriate meaning of the highlighted idiom. The highlighted idiom, chip of the old block, chip of the old block. So adendana, the actress's daughter is just a chip of old block. Okay, so the actress's daughter is just a chip of old block. Just a chip of old block എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വേറെ തന്നെ ഒരു റെപ്ലിക്ക ആണ്, അല്ലെങ്കിൽ അതിപ്പോ അമ്മേനെ പോലെ തന്നെയാണെന്നുള്ള മീനിങ് ആണ് കേട്ടോ. സോ സിമിലർ ടു വൺസ് പേരൻസ് ഇൻ ബിഹേവിയർ. ഓക്കെ, ആ പേരന്റിന്റെ ബിഹേവിയർ തന്നെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക്. അതായത് പഴയ കെട്ടിടത്തിന്റെ കഷ്ണം തന്നെയാണെന്നുള്ളത്, അതായത് അമ്മയുടെ ആ ഗുണങ്ങളൊക്കെ തന്നെ മൂക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ള ആ ഉദ്ദേശമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നടിമാരൊക്കെ ഉണ്ടെന്നാണെങ്കിൽ
അവരുടെ മക്കളല്ലേ ചിലർ പറയില്ലേ അയ്യോ ഐശ്വര്യ റായിന്റെ അയ്യോ ആരാധ്യ ബച്ചൻ എന്ത് രസമാണല്ലേ ഐശ്വര്യ റായിനെ പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ പറയില്ലേ സോ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് അല്ലേ ഓ ആരാധ്യ ലുക്സ് ലൈക്ക് എ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഓ അമ്മയുടെ പോലെ തന്നെ നല്ലൊരു മോൾ എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഓക്കെ, അപ്പൊ ഈ വേർഡ്സിന്റെ ഈ കാണുന്ന ഈ സെന്റൻസിന്റെ ഒരു സിംഗിൾ അല്ലെ വൺ വേർഡ് പറയാനാണ്. ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് ഗ്രോയിങ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്. എന്താണ്? ഹോർട്ടിക്കൾച്ചർ ആണ് വരിക അല്ലെ. യെസ്, ഹോർട്ടിക്കൾച്ചർ ആണ്. നിങ്ങൾ ഹോർട്ടിക്കൾച്ചർ ബോർഡ് എന്നൊക്കെ കേട്ടിട്ടില്ല. ഹോർട്ടിക്കൾച്ചർ അതിൽ ഈ ചെടികൾ വളർത്തുക അല്ലെങ്കിൽ അല്ലെ കൃഷി അല്ലെങ്കിൽ അതിനെയൊക്കെയാണ് നമ്മൾ എന്താ പറയാ ചെടികൾ വളർത്താൻ അല്ലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫ്ലവേഴ്സിനെ വളർത്താൻ നമ്മൾ എന്ത് പറയുന്നത് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ ഹോർട്ടിക്കൾച്ചർ മേള എന്നൊക്കെ കേട്ടിട്ടില്ലേ. അടുത്തത് സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. വൺ ഹൂ ഈസ് എ ബൂട്ട് ലിക്കർ ആൻഡ് ഫ്ലാറ്ററർ. ഓക്കെ, ഒരു ബൂട്ട് ലിക്കർ ആൻഡ് ഫ്ലാറ്ററർ. ബൂട്ട് ലിക്കർ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് നക്കി, അതായത് വേറൊരാളുടെ ഇങ്ങനെ ശിങ്കിടി പിടിച്ച് ഒരാൾ പറയാണ് എടാ ഇതൊക്കെയാണ് ഇപ്പം അതായത് ചെരുപ്പ് നക്കുന്ന ആള് പറഞ്ഞാല് ഏതെങ്കിലും ഒരാളൊരു വിഡിത്തം പറഞ്ഞാല് അയാളെ കൂടെ മണി അടിച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞേ അയാൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാന്ന് പറഞ്ഞേ ബെനിഫിറ്റിന് വേണ്ടി അയാളെ എങ്ങനെ അയാളെ കൊണ്ട് പുകഴ്ത്തി പറയാ അയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം ശരിയാന്ന് പറയാ അയാളുടെ ഒരു അടിമ പോലെ നിൽക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലാറ്ററർ അല്ലെങ്കിൽ ബൂട്ട് ലിക്കർ എന്നൊക്കെ പറയുന്നത്. സോ അതിന്റെ കറക്റ്റ് എന്താ വരിക സൈക്കോ ഫാൻറ്റ് എന്നുള്ളതാണ് കേട്ടോ. സൈക്കോ ഫാൻറ്റ് ഇത് നമ്മുടെ സൈക്കോ എന്നുള്ള ആ സൈക്കോ അല്ല, ഇതെന്താണ് ഇത് സൈക്കോ ഫാൻറ്റ് എന്നുള്ളതാണ് കേട്ടോ. യെസ്, അതാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ആന്റണിം എന്താണ്? ഓപ്പോസിറ്റ് ആണ്. The manager decided to resign from his post as the bank was declared to be insolvent. എന്താണ് ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാല്? അതായത് ബാങ്ക് ഏകദേശം പൊളിയാറായി അല്ലെ, ബാങ്ക് ഇങ്ങനെ എന്താ പറയാ അതിന്റെ നഷ്ടത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞില്ല. സോ അതിനെയാണ് പറഞ്ഞത് അല്ലെ. സോ ഇവിടെ അഫ്ലുവന്റ് ആണ് കറക്റ്റ്. ദ ബാങ്ക്രപ്റ്റ് ഇൻസോൾവെന്റ് എന്ന് പറയുമ്പോൾ ബാങ്ക്രപ്റ്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ കറക്റ്റ്. അതിന്റെ ഒരു സിനോണിം ചോദിക്കുകയാണെങ്കിൽ ബാങ്ക്രപ്റ്റ് നമുക്ക് പറയാം, പക്ഷെ ഇവിടെ സിനോണിം അല്ല, ഇവിടെ നമ്മളോട് ആന്റണിം ആണ് ചോദിച്ചത്. അഫ്ലുവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ആന്റണിം ആണ്. ഓക്കെ, ഇൻസോൾവെന്റ് ആന്റണിം. ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നഷ്ടത്തിലായത് അല്ലെങ്കിൽ പൊളിയാനായത് എന്നുള്ളതാണ്. അഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ളത്, നല്ല മികച്ചു നിൽക്കുന്നത്, നല്ല ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളത് എന്നുള്ള മീനിങ് ആണ് അഫ്ലുവന്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയം. അക്കിലീസ് ഹീൽ. അക്കിലീസ് ഹീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൾണറബിൾ പോയിന്റ്, ഒരാളുടെ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള പോയിന്റ്. അതായത് പണ്ട് ആ ഒരു അക്കിലിസിന്റെ കഥ, ഗ്രീക്ക് കഥേന്റെ അകത്ത് അക്കിലിസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ കാലിന് അമ്പെയ്താണ് കൊല്ലുന്നത്. ഓക്കെ, നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ ഇതിഹാസം എടുക്കണമെങ്കിൽ ശ്രീകൃഷ്ണന്റെ കാലിന് അമ്പെയ്ത് കൊല്ലുന്ന പോലെ അക്കിലിസിന്റെ എന്താ പറയാ പണ്ടത്തെ ആ ഒരു കഥേനകത്ത് അക്കിലിസ് കുഞ്ഞാവുന്ന സമയത്ത് എന്തോ ഒരു വെള്ളത്തിൽ മുക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് കഥ കറക്റ്റ് അറിയില്ല, വെള്ളത്തിൽ മുക്കുന്നുണ്ട്. സോ ആ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ വേറെ എവിടെ എന്ത് പറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടി മരിക്കില്ല. സോ പക്ഷെ എന്താ പറ്റിപ്പോയെച്ചാൽ ആ കുട്ടീനെ മുക്കുന്ന സമയത്ത് അവന്റെ കാല് മുക്കാനായിട്ട്, കാലിൽ പിടിച്ചായിരുന്നു മുക്കിയിട്ടുണ്ടായിരുന്നത്, അപ്പൊ കാല് വെള്ളത്തിൽ മുക്കാനായിട്ട് മറന്നുപോയി. അപ്പം എന്ത് പറ്റി വെച്ചാൽ അവന്റെ കാല് ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ടായി. സോ അവന്റെ കാലിനെ ഉപദ്രവിച്ചാൽ, അവന്റെ കാലിൽ അമ്പ് കൊണ്ടാൽ മാത്രമേ അവൻ മരിക്കുള്ളൂ എന്നുള്ള പോലെ അങ്ങനെ എന്താണ് അക്കിലീസിന്റെ. സോ അക്കിലീസ് ഫൂട്ട് അല്ലെങ്കിൽ അക്കിലീസ് ഹീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൾണറബിൾ പോയിന്റ്. അതായത് ഒരാളുടെ ഏറ്റവും വൾണറബിൾ എന്ന് പറഞ്ഞാൽ അയാളുടെ ഏറ്റവും എന്താ പറയാ ഒരു അല്ലെ ഒരു വീക്ക് പോയിന്റ് എന്നൊക്കെ പറയില്ല, അതിനാണ് ആ ഒരു വൾണറബിൾ പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് സിസി പ്രോമിസ് ടു ടേൺ ഓവർ എ ന്യൂ ലീഫ് ആൻഡ് കീപ് ഹെർ റൂം ക്ലീൻ ഫ്രം നൗ ഓൺ. സോ ടു ടേൺ ഓവർ എ ന്യൂ ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇഡിയമിന്റെ മീനിങ് എന്തായിരിക്കും വരിക? ടു സ്റ്റാർട്ട് ബിഹേവിങ് ഇൻ എ ബെറ്റർ വേ. ടു ടേൺ ഓവർ എ ന്യൂ ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറെ കൂടെ നല്ല കുട്ടിയായിട്ട് പെരുമാറുക, നല്ല കാര്യങ്ങളിലല്ലേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പെരുമാറാനാണ് ടു ടേൺ ഓവർ എ ന്യൂ ലീഫ് എന്ന് പറഞ്ഞാൽ. ടു സ്റ്റാർട്ട് ബിഹേവിങ് ഇൻ എ ബെറ്റർ വേ, കുറച്ചുകൂടെ നല്ലൊരു വേയിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് അതിനോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് fill in the blank with most suitable word. This small hut is going to be my dash for the next 3 days. എന്താണ് അവിടെ വരിക? യെസ്, അബോർഡ് ആണ്. അഡോബി അല്ല, അബോർഡ് ആണ് കേട്ടോ. അബോർഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ എന്താ പറയാ വാസസ്ഥലം, താമസസ്ഥലം, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു അല്ലെ ഒരു വാസസ്ഥലം എന്നുള്ളതാണ് അബോർഡ് എന്ന് പറയാം. സോ ദ സ്മോൾ ഹാർട്ട് ഈസ് ഗോയിങ് ടു ബി മൈ ഡാഷ് ഫോർ ദി നെക്സ്റ്റ് 3 days. അടുത്ത 3 ദിവസത്തേക്കുള്ള എൻ്റെ വാസസ്ഥലം ഈ കാണുന്ന ചെറിയ കുടിലാണ്. സോ അബോർഡ് ആണ് വരിക കേട്ടോ.
Next, directions. Select the options that rectifies the incorrectly spelled words in given sentence. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് അല്ലേ, അതായത് തെറ്റായിട്ട് സ്പെല്ലിംഗ് ഇല്ലാത്ത സെന്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്പർ ഓഫ് ഓക്കെ, ഇതിനകത്ത് തെറ്റ് വരുന്നത് ഈ മെഷേഴ്സ് എന്നുള്ളതിനെയാണ്. ഓക്കെ, മെഷേഴ്സ് എന്ന് പറഞ്ഞ വേർഡിന്. സോ മക്കളെ, മെഷേഴ്സ് എന്നുള്ള മെഷേഴ്സ് അല്ല, മെഷേഴ്സ് മെഷേഴ്സ് എന്നാണ് പറയാ കേട്ടോ. മെഷേഴ്സ് എന്നല്ല, മെഷേഴ്സ് എന്നാണ് പറയാ. സോ മെഷേഴ്സിന് സ്പെല്ലിംഗ് എന്താണ്? മെഷേഴ്സ് അല്ലെ, MEASURES അല്ലെ, നമ്മൾ പൊതുവെ മെഷേഴ്സ് എന്ന് പറയുന്നത്. സോ നോക്കിയേ, MEASURES, ഇതാണ് കറക്റ്റ് വരിക, MEASURES. ബാക്കി എല്ലാത്തിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. നോക്കിയേ, ഓക്കെ, ഇവിടെ മെഷേഴ്സ് അല്ലെ, ഇതിനകത്ത് മെഷേഴ്സ് തെറ്റാണ്. നമ്പർ ഓഫ് മെഷേഴ്സ് ഹാവ് ബീൻ സജസ്റ്റഡ് ബൈ ഹർ എന്നുള്ളതില് മെഷേഴ്സ് ഇത് കറക്റ്റ് ആണ്, അല്ല ഇത് തെറ്റാണ് അല്ലെ, MEASRUES അല്ല, അപ്പൊ ഇത് തെറ്റാണ്. യെസ്, ഇത് തെറ്റാണ്. നെക്സ്റ്റ്, നമ്പർ ഓഫ് മെഷേഴ്സ് ഹാവ് ബീൻ സജസ്റ്റഡ്, അപ്പൊ അതും തെറ്റാണ്. നമ്പർ ഓഫ് മെഷേഴ്സ് ഹാവ് ബീൻ സജസ്റ്റഡ്, ഇത് ശരിയാണ്. നമ്പർ ഓഫ് മെഷേഴ്സ്, ഇതും തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ വരിക? നമ്പർ ഓഫ് മെഷേഴ്സ് ഹാവ് ബീൻ സജസ്റ്റഡ് ബൈ ഹർ. നെക്സ്റ്റ്, select the option that can be used as a one word substitute തന്നെയാണ് ട്ടോ. My uncle is someone who loves good food and knows a lot about it. So ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോ മക്കളെ. നിങ്ങൾ മിക്കവാറും നല്ല റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുന്ന സമയത്ത്, നല്ല ബേക്കറീസിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വേർഡാണ് ഗോമേ. എന്താണ്? ഈ കാണുന്ന വേർഡ് ഗോമേ. സോ എന്താണ് ഗോമേ എന്ന് പറയുക? ഗോമേ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഗോമേ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ കാണാം. സോ ഗോമേ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഏറ്റവും ഗോമേ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. സോ മൈ അങ്കിൾ ഇസ് someone who loves, സോ ഇത്ര തന്നെ ഉള്ളൂ. someone who loves good food and knows about it. നല്ല ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളും അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളെയാണ് നമ്മൾ ഗോമേ എന്ന് പറയുന്നത്. എന്താണ് ഒരു ഗോമേ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, select the most appropriate, the last question, I guess the last question ആണ്. Select the most appropriate antonym of the underlined words. ഈ underlined words antonyms select ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The patient was happy that he was given ancient methods of treatment to cure his health condition. So antonym എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് വേർഡ് ആണ്. ഏൻഷ്യന്റിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് എന്ത്? മോഡേൺ എന്ന് പറയുമ്പോൾ പുതിയത്, ഏൻഷ്യൻ എന്ന് പറയുമ്പോൾ പഴയത് കേട്ടോ. സോ മൾട്ടിപ്പിളും പ്രിമിറ്റീവ് അല്ലെ, പ്രിമിറ്റീവും ആൻഷ്യന്റും കറക്റ്റ്, ഏൻഷ്യന്റും പ്രിമിറ്റീവും ഒരേപോലെ തന്നെയാണ്. സോ അതും വരില്ല, സ്ലോവും വരില്ല. സോ മോഡേൺ ആണ് കറക്റ്റ് ആൻസർ വരിക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മോക്ക് ടെസ്റ്റ്, CUET മോക്ക് ടെസ്റ്റ്. എനിക്ക് തോന്നുന്നു കുറെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ഒരു പാസേജ് ക്വസ്റ്റ്യനും പിന്നെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ട്രിക്കി ആയിരുന്നു. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തോളൂ. നിങ്ങളുടെ പ്രിപ്പറേഷന് ഒരു കുറവും വരുത്തരുത്. എത്രത്തോളം വേർഡ്സ് പുതിയത് പഠിക്കാൻ വേണ്ടി കഴിയുമോ. ഗ്രാമർ ഒന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കും, പേടിക്കും, അതിനൊന്നും കാര്യമില്ല. ഗ്രാമർ ഒക്കെ, അതായത് ഗ്രാമർ പഠിക്കണ്ടെന്നല്ല, എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ബാക്കിയുള്ള ടോപ്പിക്സ്, അതായത് ഈ പറയുന്ന വേർഡ്സ് അല്ലെങ്കിൽ മീനിങ്, ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോളാം. പുതിയ വേർഡ്സ് എന്തോരം പഠിക്കാൻ പറ്റുമോ അത്രയും പഠിച്ചു വെക്കുക. അതിന്റെ മീനിങ്, അതിന്റെ ആന്റണിംസ്, അതിന്റെ സിനോണിംസ്, ഇതൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേയും കൂടെ എക്സാം ഈസി ആയിരിക്കും. പിന്നെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്തൊന്നും ഒരു കാരണവശാലും പാനിക്കായി പോകരുത്. ആരാംസെ, അതായത് സന്തോഷമായിട്ട് സമാധാനമായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക. ടെൻഷനൊക്കെ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഏത് എക്സാമിന് പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാവും, വിച്ച് ഇസ് ഹെൽത്തി. എന്തായാലും പ്രിപ്പറേഷൻസ് ഒക്കെ തകൃതിയായിട്ട് തന്നെ നടക്കട്ടെ, അടിപൊളിയായിട്ടിരിക്കട്ടെ, നന്നായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. പിന്നെന്താ, അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ വേറെ ഏതെങ്കിലും എക്സാമിന്റെ ഒക്കെ ആൻസർ ഒക്കെ ഇടുന്നല്ല ആ സമയത്ത് കാണാം. Till then, bye. It's signing out from me, Parnita Miss. Okay, bye. അടുത്ത ലൈവ് കാണാം. Bye.